أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനിയായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന വിശുദ്ധി പാപങ്ങളുടെ നോട്ടത്തിൻ്റെയോ സംസാരത്തിൻ്റെയോ കേൾവിയുടെയോ ഒന്നും ഒരു പാപക്കറ പോലുമില്ലാത്ത വിധത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് അവൻ വളരുന്നതിനനുസരിച്ച് തെറ്റുകളെ പോരായ്മകളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും അവസരം ലഭിക്കുകയും അവൻ പക്വതെത്തുന്നതോടുകൂടി പ്രായപൂർത്തിയാകുന്നതോടുകൂടി തെറ്റിലേക്ക് വഴുകിപ്പോയി അതൊരു കുറ്റകരമായ സാഹചര്യമായി അവനിൽ വളർന്നു വരികയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യം. സ്വാഭാവികമാണ്. വലിയ പാപങ്ങളൊന്നും വന്നു പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലും കൊച്ചു കൊച്ചു പാപങ്ങൾ വാക്കുകളിലൂടെ നോട്ടങ്ങളിലൂടെ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പാപങ്ങളൊക്കെയും കഴുകി വൃത്തിയായി ശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അതിനുവേണ്ടിയാണ് ഇസ്ലാം ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതിനുവേണ്ടിയാണ് ഇസ്ലാം ഒരുപാട് ദിക്റുകൾ, ദുആകൾ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. വിശുദ്ധനായ ഒരു മനുഷ്യനായി, ഏറ്റവും നല്ല ഒരു മനുഷ്യനായി അള്ളാഹുവിലേക്ക് അവന് തിരിച്ചെത്താൻ കഴിയണം. എപ്പോൾ അള്ളാഹു അവനെ തിരിച്ചു വിളിക്കുന്നോ ആ യാത്രയിൽ അവൻ വിശുദ്ധനായിക്കൊണ്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അത്തരത്തിലൊരു വിശുദ്ധമായ പരിസമാപ്തി, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം പവിത്രമാണോ, എത്രമാത്രം വിശുദ്ധമാണോ, ആ വിശുദ്ധിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന ഒരു മഹത് കർമ്മമാണ്, ഒരു മഹത്തായ ആരാധനയാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിൻ്റെ സമയമാണിത്. ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരുടെയും ആ കാത്തിരിപ്പും പ്രാർത്ഥനയും ഈ വർഷത്തിൽ സാധ്യമാവുകയും ചിലരെങ്കിലും പോയി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇനിയും ചിലർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനിയും പല ആളുകളുമുണ്ട്. അവർക്കെയും അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് പോകാൻ കഴിയണേ, ഹജ്ജ് നിർവഹിക്കാൻ കഴിയണേ എന്ന ആഗ്രഹത്തിലാണ്, പ്രാർത്ഥനയിലാണ്, പരിശ്രമത്തിലാണ്. കാരണം അത്രമാത്രം മഹത്തരമായ കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. നമുക്കറിയാം, ഇന്നൊരാൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ ചെറിയ സംഖ്യയൊന്നും പോരാ, വലിയ സംഖ്യ വേണം. ഗവൺമെൻറ് തലത്തിലാണെങ്കിലും അതിനേക്കാളും എത്രയോ പ്രൈവറ്റ് തലത്തിലാണെങ്കിലും ഒക്കെ കാശ് ഉണ്ടെങ്കിലേ ഇന്ന് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് പോലും അതിന് ആഗ്രഹം കാണിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അവരിൽ കുടികൊള്ളുന്ന ഈമാനിൻ്റെ സവിശേഷതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: സമീഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലതുഹു ഉമ്മുഹു. ഒരാൾ ഒരു നിഷിദ്ധമായ പ്രവർത്തനവും ചെയ്യാതെ, അനാവശ്യമായ സംസാരമോ ഇല്ലാതെ ഹജ്ജ് നിർവഹിച്ചാൽ, ഹജ്ജിൻ്റെ ദിവസങ്ങളിലെ ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 കൂടിയ 5 ദിവസങ്ങളിൽ ആ ഹാജി നിർവഹിക്കേണ്ടുന്ന സ്വഭാവ സവിശേഷതകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേ രീതിയിൽ നിർവഹിക്കപ്പെട്ടാൽ, മോശമായൊരു ചിന്തയോ വർത്തമാനമോ പോലും ഇല്ലാത്ത രീതിയിൽ അവൻ ആ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവനെ മാതാവ് പ്രസവിച്ച ദിവസം എങ്ങനെയാണോ
അതുപോലെ പാപരഹിതനായിരിക്കും അവൻ. ഒരുമ്മ കുഞ്ഞിനെ പ്രസവിച്ച ദിവസത്തെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിലേക്ക് അള്ളാഹു ഹജ്ജ് സ്വീകരിച്ചാൽ അവൻ മാറി വരും. അവനിലെ പാപങ്ങളൊക്കെയും കഴുകപ്പെടും, ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ അള്ളാഹു നമ്മോട് എന്ത് കൽപ്പിച്ചോ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ എவ்விதം പോകണമെന്നാണോ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത്, അതേ രീതിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ള വലിയൊരു അവസരമാണ്, വലിയൊരു അനുഗ്രഹമാണ് ഹജ്ജ് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആരാധനാകർമ്മങ്ങളിൽ 5 അടിസ്ഥാന ആരാധനാകർമ്മങ്ങളിൽ, നിർബന്ധ ആരാധനാകർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. കഴിവുണ്ടായിട്ട് സൗകര്യമുണ്ടായിട്ട് ഒരാൾ ഹജ്ജിന് പോകുന്നില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മല്ലം യംനഉഹു മിനൽ ഹജ്ജ് ഹാജത്തുൻ ളാഹിറത്തുൻ, വ്യക്തമായ കാരണങ്ങൾ, ഹാജത്തുൻ വ്യക്തമായ കാരണങ്ങൾ കൊണ്ടോ, വലാ മറദുൻ ഹാബിസുൻ അല്ലെങ്കിൽ പ്രയാസകരമായി യാത്ര ചെയ്യാൻ കഴിയാത്ത രോഗമുള്ളത് കൊണ്ടോ, വലാ സുൽത്താനുൻ ജാഇറുൻ അല്ലെങ്കിൽ നാം നിൽക്കുന്ന രാജ്യത്തെ ഭരണാധികാരിയുടെ നിയമ തടസ്സം കൊണ്ടോ അല്ലാതെ ഫമാത വലം യഹുജ്, ഒരാൾ ഹജ്ജ് നിർവഹിക്കാതെ മരിച്ചു പോയാൽ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമാവട്ടെ, ആരോഗ്യപരമായ പ്രശ്നമില്ലെങ്കിൽ, സാമ്പത്തികമായ സൗകര്യമുണ്ടെങ്കിൽ, നാട്ടിലെ നിയമമനുസരിച്ച് യാത്ര ചെയ്യാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ, ക്രൂരനായ ധിക്കാരിയായ ഭരണാധികാരിയുടെ കടുംപിടുത്തമില്ല എങ്കിൽ, ഒരാൾ ഹജ്ജിന് പോകാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഫല്യമുത് ഇൻഷാ യഹൂദിയ, അവൻ ജൂതനായി മരിച്ചു പോട്ടെ, അവൻ നസ്രാനിയായി മരിച്ചു പോട്ടെ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഫാത്തിഹയിൽ നിരന്തരം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആയത്തിന്റെ വിവക്ഷ അള്ളാഹു കോപിച്ചവരുടെ, അള്ളാഹു ധിക്കരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ എന്നാണ്. അങ്ങനെ അള്ളാഹു കോപിക്കാൻ കാരണമായ പ്രവർത്തനങ്ങൾ നടത്തിയ, അള്ളാഹുവിനെ ധിക്കരിച്ച വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ പെട്ടു മരിച്ചു പോകട്ടെ അങ്ങനെയുള്ള ആളുകൾ എന്നാണ് ഇവിടെ ഈ ഹദീസിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സൗകര്യമുണ്ടായിട്ട് കഴിവുണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണിത്. പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിച്ചാൽ അവൻ ധൃതി കാണിക്കട്ടെ. ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുക, എന്നിട്ടൊരു 10-30 വർഷം കഴിയട്ടെ, അല്ലെങ്കിൽ 10-20 വർഷം കഴിയട്ടെ, ഒരു 5-6 വർഷം കഴിയട്ടെ എന്ന ചിന്തയിൽ നിൽക്കുകയല്ല. പ്രായമാകുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഹജ്ജിന് പോകാമെന്ന രീതിയിൽ കാത്തിരിക്കുകയല്ല, മറിച്ചതിൽ ധൃതി കാണിക്കട്ടെ. ഇപ്രാവശ്യമാണ് ഹജ്ജിന് പോകുന്നതിനെ കുറിച്ചുള്ള സൗകര്യം ഒരുങ്ങി വരികയും അതിനായുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ, അടുത്ത ഈ വർഷത്തെ സമയം കഴിഞ്ഞു പോയാൽ അടുത്ത വർഷം തന്നെ എനിക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയണേ എന്നാഗ്രഹിക്കുന്നവനാണ് സത്യവിശ്വാസി. മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ ഫഇന്നഹു ഖദ് യംറദുൽ മരീദ് വതദില്ലുൽ ളാല്ല വതഅറുദു ഹജ്ജ. അവൻ ധൃതി കാണിക്കട്ടെ. ഇനി അവങ്ങാനും ധൃതി കാണിക്കാതിരുന്നാൽ പിന്നീടുള്ള സാഹചര്യം അവനെ രോഗിയാക്കിയേക്കാം, അവൻ്റെ വാഹനം, അവൻ്റെ യാത്രാ സൗകര്യം, അവൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്തിയേക്കാം, മറ്റു പല കാരണങ്ങളും മുടങ്ങാൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് എത്രയും വേഗം ഹജ്ജ് നിർവഹിക്കാനുള്ള പരിശ്രമമാണ്. പ്രായം, ചെറുപ്പം, യുവത്വം അത് കുറച്ച് കഴിയട്ടെ, ക്ഷീണിതനാവട്ടെ, വയസ്സനാവട്ടെ എന്ന ചിന്തയിലേക്ക് പോവാതെ ചെറുപ്പത്തിൽ തന്നെ, യുവാവായിരിക്കെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ആ പ്രായം കഴിഞ്ഞു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ
അതിന് കഴിയുന്നത് അങ്ങനെ ധൃതി പിടിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫീ ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. അതിൽ വ്യക്തമായ, അതായത് ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലം ഉണ്ട്, മഖാമു ഇബ്രാഹിം. വമൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും അവിടെ പ്രവേശിക്കുന്നതായാൽ അവൻ ആമിന, നിർഭയത്വമുള്ളവനാണ്, അവന് പിന്നെ ഭയപ്പെടേണ്ടതില്ല. വല്ലാഹു അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീലാ. ആ മന്ദിരത്തിൽ, ആ കാവാലയത്തിൽ, അതിൻ്റെ പരിസരത്ത് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അല്ലാഹുവോടുള്ള ബാധ്യതയാണ്. ജുമാ നമസ്കരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസികളോട് കൽപ്പിച്ച ബാധ്യതയാണ്. നോമ്പും സക്കാത്തുമൊക്കെ ആ ബാധ്യതയാണ്. അതേപോലെയുള്ള ബാധ്യതയാണ് കഴിവുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മുടെ സൗകര്യമല്ല, ആരോഗ്യപരമായും സാമ്പത്തികമായുമൊക്കെ സൗകര്യമുണ്ടെങ്കിൽ അത് നിർവഹിച്ചിരിക്കണം. അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുകയാണ്, സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല. സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ച ആ വലിയ അനുഗ്രഹം സ്വർഗമല്ലാതെ ഒരു ഹജ്ജ് നിർവഹിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല സ്വർഗമല്ലാതെ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെയുള്ള വിശുദ്ധി കൈവരിക്കാനുള്ള അവസരം മനുഷ്യനൊരു ഘട്ടത്തിലും വരികയില്ല. അവൻ വളർന്നതിനനുസരിച്ച് അവന്റെ മരണം വരെ ഒരു ഘട്ടത്തിലും ആ വിശുദ്ധിയിലേക്ക് അവൻ തിരിച്ചു പോവുകയില്ല ഈ ഹജ്ജ് കൊണ്ടല്ലാതെ. പിന്നെ നമ്മൾ നിർവഹിക്കുന്ന തൗബ അള്ളാഹു സ്വീകരിച്ചാലും അതേ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം. അപ്പോൾ ഹജ്ജ് എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ മനസ്സിലാക്കണം. അത് പിന്നീടേക്ക് മാറ്റിവെക്കേണ്ടുന്ന ഒരു കാര്യമല്ല, ഇവിടെ വെച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. യാത്ര ചെയ്യേണ്ടതുണ്ട്, സാമ്പത്തികമായ ബാധ്യത ചെലവുകൾ വരാനുണ്ട്, ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെയും വേണ്ടതുണ്ട്. അതൊക്കെ ഉള്ള സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെ മാറുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് അവന് സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. നാം അദ്ദേഹത്തോട് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെ പറ്റി വിളംബരം ചെയ്യുക, ഹജ്ജിനെ കുറിച്ച് ജനങ്ങളിലേക്ക് നീ എത്തിക്കുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും, അതായത് ആ വാഹനങ്ങളിലൂടെയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളിയാളമാണ് ഹജ്ജ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഹജ്ജ് നിർവഹിക്കാൻ. മക്കയിൽ അധിവസിക്കുന്ന ആളുകളോട് മാത്രമല്ല, സൗദി അറേബ്യയിലുള്ള ആളുകളോട് മാത്രമല്ല, പരിസരത്തെ നാടുകളിലുള്ള ആളുകളോട് മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് വിശ്വാസി ജീവിക്കുന്നോ, എത്ര അകലങ്ങളിൽ ജീവിക്കുന്നോ, അയാൾക്കൊക്കെയും സൗകര്യമുണ്ടാവുകയാണെങ്കിൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഒരൊറ്റ തവണയാണ് ഹജ്ജ് നിർബന്ധം, ഒരൊറ്റ തവണയാണ്. നമസ്കാരം അങ്ങനെയല്ല, സക്കാത്ത് അങ്ങനെയല്ല, നോമ്പ് അങ്ങനെയല്ല, മറ്റ് അമലുകളൊന്നും അങ്ങനെയല്ല. എന്നാൽ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് താല്പര്യം ഇല്ലാതെ വരികിൽ നമ്മളുടെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെയും ഫലശൂന്യമാകുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്
ദുൽഹജ്ജ് മാസത്തിനെ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച ത്യാഗങ്ങൾ, ഇസ്ലാമിന് വേണ്ടി, ഈ ആദർശത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ്സാ വഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യങ്ങൾ അത് മഹത്തരമാണ്. മറ്റൊരു പ്രവാചകനിലും ഇത്തരത്തിൽ വിസ്മയകരമായ, അത്ഭുതകരമായ, ത്യാഗോജ്ജലമായ ചരിത്രം പറയാനില്ല. ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ, സ്വന്തം ആത്മാവിനെ മരവിപ്പിച്ചവനല്ലാതെ, സ്വന്തം ചിന്തയെ, സ്വന്തം പരിശ്രമത്തെ, സ്വന്തം ആലോചനയെ മരവിപ്പിച്ച് നിർത്തിയ, കൊന്നൊടുക്കിയ, തടഞ്ഞു നിർത്തിയവനല്ലാതെ, അവനല്ലാതെ, മൂഢനായവനല്ലാതെ മറ്റാരാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തോട് വിമുഖത കാണിക്കുന്നത്, അവഗണന കാണിക്കുന്നത്? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പടച്ചവൻ ഖലീലുള്ളാഹ്, അള്ളാഹുവിൻ്റെ സുഹൃത്ത്. അള്ളാഹുവിന് സുഹൃത്തോ? അള്ളാഹുവിനെ പോലെയുള്ള ഒരാളാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഒരിക്കലുമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പ്രാർത്ഥിക്കാമോ? പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്ഹിന്റെ ദിവസം കഅബാലയത്തിൽ കയറി നിന്നുകൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെയും വിഗ്രഹങ്ങൾ കുത്തിപ്പൊളിച്ച് തകർത്തെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള വിദ്വേഷം കൊണ്ടോ ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹം പഠിപ്പിച്ച ആദർശം പ്രയോഗവത്കരിക്കുന്നതിന്റെയും ഭാഗമായിട്ടായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഖലീലുള്ളാഹ്, പടച്ചവന്റെ സുഹൃത്ത്. പടച്ചവന്റെ സുഹൃത്ത്. അത്രമാത്രം വിശിഷ്ടമായ ഔന്നത്യമുള്ള ഒരു സ്ഥാനത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർന്നു വന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളൊക്കെ പിന്തിരിഞ്ഞ് കളയിപ്പിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു തുടർന്നുള്ള ഖുത്ബകളിൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. പലപ്പോഴും നമ്മളിവിടെ പറഞ്ഞതാണ്. ആ ഇബ്രാഹിമിന്റെ ആദർശമാണ് നമ്മുടെ ആദർശം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആത്മാവിനെ മൂഢനാക്കിയവല്ലാതെ ഇബ്രാഹിമിന്റെ പാതയെ, ഇബ്രാഹിമിന്റെ മാർഗത്തെ അവഗണിക്കുകയില്ല തന്നെ. ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുമായിരിക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളം, അതിന് ഉത്തരം നൽകാൻ നമ്മളൊക്കെയും ബാധ്യസ്ഥരാണ്. നമ്മിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥിനികൾ അവരൊക്കെയും ബാധ്യസ്ഥരാണ്. ഇന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നേടുക്കലുമായി നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹുവാണ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കി തരേണ്ടത്. അതിന് നാം തയ്യാറാവുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അത്തരത്തിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള നമ്മുടെ അഭിവാഞ്ച, താല്പര്യം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ചവന്റെ ആ ഇഷ്ക് നേടാൻ വേണ്ടി, പടച്ചവന്റെ ആ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനായി എല്ലാവരും തയ്യാറെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ അധ്യായം, ഏറ്റവും ചെറിയ അധ്യായം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു. നമുക്ക് നൽകിയ നേട്ടങ്ങളെയും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി പ്രവാചകനോട് അറിയിച്ച വചനങ്ങളാണിത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹം നിനക്ക് വാരിക്കോരി തന്ന് നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ രക്ഷിതാവിനോട് വേണ്ടി നീ നമസ്കരിക്കുക, സുജൂദ് ചെയ്യുക, സാഷ്ടാംഗം ചെയ്യുക. നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ സുജൂദ് നിർവഹിക്കുക, നമസ്കരിക്കുക.
വൻഹർ, ബലിയർപ്പിക്കുകയും ചെയ്യുക. ബലികർമ്മം എന്നുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. മതത്തിൻ്റെ പേരിലും ആചാരങ്ങളുടെയും പേരിൽ മനുഷ്യനെ വരെ ബലിയറുക്കുന്ന, കൊന്നൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ തെക്കൻ കേരളത്തിൽ 2 പേരെ ഇவ்விധം 2 സ്ത്രീകളെ കൊന്നൊടുക്കിയത്. ഇപ്പോഴും അത് പല ഭാഗങ്ങളിലായിട്ട് നമ്മളൊന്നും അറിയാത്തതുകൊണ്ടാണ്. പല ദരിദ്ര രാജ്യങ്ങളിലും പല യാഥാസ്ഥിതിക രാജ്യങ്ങളിലും ഇപ്പോഴും അതൊക്കെ നടന്നു വരുന്നുണ്ട്. മതത്തിൻ്റെ പേരിലാണ്, ദൈവപ്രീതിയുടെ പേരിലാണ്. അതിനെ നിരാകരിക്കുകയാണ് ഇസ്ലാം, അതിനെ ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് മകനെ അറുക്കാനുള്ള കൽപ്പന അള്ളാഹു നടത്തുമ്പോൾ മകനെ അറുത്തേക്കണം എന്ന തീരുമാനമായിരുന്നില്ല. അതിൻ്റെ അവസാന വിശദീകരണത്തിൽ അത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തെ ഒരു ശങ്കയുമില്ലാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുത്തു. അങ്ങനെ അറക്കാവുന്ന സന്ദർഭമെത്തിയപ്പോൾ അള്ളാഹു മതി എന്ന് കൽപ്പിക്കുകയും അവിടെ ഒരാട്ടിനെ ഇറക്കിക്കൊണ്ട് അതിനെ അറക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതൊരു ഓർമ്മയാണ്, ഇതൊരു പാഠമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഇക്കാലത്തെ വലിയ ഗുണം ഒരുപാട് ദരിദ്ര രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യയിൽ നിന്നും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും നിർവഹിക്കുന്ന ബലികർമ്മത്തിൻ്റെ മാംസങ്ങൾ ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും അതിൻ്റെ ഗുണം ഏതൊക്കെ രീതിയിൽ അവർ അനുഭവിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ലോകത്തെ ദരിദ്ര രാജ്യങ്ങളിലൊക്കെ മാംസം എത്തിക്കുന്ന സംവിധാനമുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരവുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഇതൊരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ വേണ്ടി തയ്യാറായി. നമ്മൾ മക്കളെ അറുക്കേണ്ടതില്ല, മനുഷ്യരെ അറുക്കേണ്ടതില്ല. നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയ ഭക്ഷണമെന്ന ഈ മൃഗത്തെ, അനുവദിച്ച ഭക്ഷണങ്ങളിൽപ്പെട്ട ഈ മൃഗത്തെ അറുക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കും കൂടി ഉണ്ടാവണം. അത് സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ്. എന്നിട്ടും വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിൽ എത്തുന്നതേയില്ല. ബലിയെടുക്കുന്നതിലൂടെ ഒഴുകി വരുന്ന രക്തം അത് പ്രീതിക്കായി, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി സമർപ്പിക്കുന്നതല്ല. അതിൻ്റെ മാംസവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിലും അല്ല പഠിപ്പിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിൽ എത്തുന്നതേയില്ല. എന്നാൽ നിങ്ങളുടെ അതിനു വേണ്ടി തയ്യാറാകുന്ന ആളുകളുടെ തഖ്വയാണ്, ധർമ്മനിഷ്ഠയാണ്, അതാണ് പടച്ചോൻ പരിഗണിക്കുക. അപ്പോൾ ആ ഒരു ദൗത്യ നിർവഹണം ഹജ്ജ് ചെയ്യുന്ന ആളുകൾ അവിടെ വെച്ച് നിർബന്ധമായി നിർവഹിക്കുന്നു. ഇവിടെ വെച്ച് നമ്മളും അത് നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുന്ന ഒരു ദൗത്യം ഈ പള്ളിയുടെ കീഴിലും വർഷങ്ങളായി തുടർന്നു വരികയാണ്. ഓരോ ആളുകൾക്കും അതിൽ ചേരാവുന്നതാണ്. അതിൻ്റെ നിബന്ധന പ്രകാരം തന്നെയാണ് ഒരു വാങ്ങിക്കൊണ്ട് ഈ കർമ്മം ഇവിടെ വർഷങ്ങളായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾ വിഹിതം 6500 രൂപയാണ്. അതുമായി സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും വേഗം നെല്ലിയാടി സമദ് സാഹിബിനെ സംഖ്യ ഏൽപ്പിച്ചുകൊണ്ട് ഈ ദൗത്യത്തിന് നിയത്തോടെ ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ അള്ളാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങൾ നീ പുറത്തു തരണമേ നാഥ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുകയാണ് ഞങ്ങൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായും സാമൂഹികമായും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെയുള്ള പരീക്ഷണങ്ങളിലാണ് ഞങ്ങളിൽ പലരും. റബ്ബേ, നീ ഞങ്ങൾക്ക് സുരക്ഷിതം നൽകണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കഴിവ് പ്രദാനം ചെയ്യണമേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കരുത്ത് പ്രദാനം ചെയ്യണമേ അല്ലാഹ്.
നീ ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ നൽകണമേ അല്ലാ. അവസാനം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ, പരമമായി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ അല്ലാ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ട പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണമേ റഹ്മാനെ. അവരെ നീ വിജയിപ്പിക്കണമേ അല്ലാ. അവർക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്ന ശത്രുക്കളെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. ദുർബലരായ, ക്ഷീണിതരായ, രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ അവർക്ക് നീ സംരക്ഷണം നൽകണമേ അല്ലാ. അവരുടെ ക്ഷീണം നീ നീക്കിക്കൊടുക്കണമേ അല്ലാ. അവരുടെ അവശത നീ മാറ്റിക്കൊടുക്കണമേ അല്ലാ. അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ, ബന്ധുമിത്രാദികളടക്കം ഒരുപാട് പേർ രോഗികളാണ് നാഥ. കടുത്ത രോഗമാണ് അവരിൽ പലർക്കുമുള്ളത് റബ്ബേ. ആ രോഗങ്ങൾക്കൊക്കെയും നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ. ആ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബുൽ ആലമീനായ തമ്പുരാനെ. ഞങ്ങൾക്ക് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള ബന്ധുമിത്രാദികളടക്കമുള്ള ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ അല്ലാ. ദുനിയാവിൽ അവരിൽ വന്നുപോയ പോരായ്മകളും പാളിച്ചകളും പുറത്ത് നിന്റെ മഹാ അനുഗ്രഹമായ സ്വർഗത്തിൽ അവർക്ക് നീ ഇടം നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, മാസങ്ങളായി ഞങ്ങൾ മഴയെ കാത്തിരിക്കുകയായിരുന്നു. മഴ വർഷിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇത് കെടുതിയാകാതെ, ഇത് ദുരിതമാകാതെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ ജലത്തെ ഒഴുക്കി റബ്ബേ നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ അല്ലാ. മഴയുടെ കെടുതിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാ. നിന്റെ അനുഗ്രഹമായ മഴ ആ അനുഗ്രഹം പോലെ തന്നെ വർഷിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഗുണം നൽകണമേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين.